തീർച്ചയായും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട് പല കാര്യങ്ങളിലും. അതൊക്കെ സതീശൻ ഉൾക്കൊള്ളുകയും ചെയ്യും. അതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം ചില കാര്യങ്ങൾ നമ്മൾ പരസ്പരം ചർച്ച ചെയ്യുമല്ലോ. ഇന്നത് വേണം, ഇന്നത് വേണ്ട, അങ്ങനെ നല്ല കമ്മ്യൂണിക്കേഷനുണ്ട് ഞങ്ങൾ തമ്മിൽ. ഈ ജമാഅത്ത് ഇസ്ലാമിനെ വൈറ്റ് വാഷ് ചെയ്തത് തെറ്റായി പോയി എന്നുള്ള കാര്യം താങ്കൾ ഉപദേശിച്ചിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ആരാണ് വൈറ്റ് വാഷ് ചെയ്തത്? സതീശൻ ചെയ്തിട്ടുണ്ട്. നമ്മളൊരിക്കലും അങ്ങനെ അവരെ മുന്നണിയിലെടുത്തിട്ടില്ല, മുന്നണിയുടെ ഭാഗമല്ല. അതല്ല, അവർ പൊളിറ്റിക്കൽ ഇസ്ലാം അതൊക്കെ ഉപേക്ഷിച്ചു, തീവ്രവാദം ഉപേക്ഷിച്ചു എന്നുള്ള ഒരുപാട് വൈറ്റ് വാഷിംഗ് സ്റ്റേറ്റ്മെന്റ്സ് സതീശന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അത് ഞാനൊരു ഇതിനൊന്ന് ആഡ് ചെയ്തോട്ടെ. ഈ ജമാഅത്ത് ഇസ്ലാമി ഒരു സൈഡിൽ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയും മറുഭാഗത്ത് SNDPയെയും NSSനെയും വെറുപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും, രണ്ടും പാരലലിയാണ് വി ഡി സതീശൻ ചെയ്യുന്നത്. ഇത് കോൺഗ്രസിനെ പോലെ UDFന്റെ ഒരു കെട്ടുറപ്പിനെ അടക്കം ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് വളർന്നിട്ടുമുണ്ട്. അപ്പോൾ അതൊരു തെറ്റായി പോയി എന്ന ഒരു സീനിയർ ലീഡർ എന്നുള്ള രീതിയിൽ താങ്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ? അല്ലല്ല, അങ്ങനെ കോൺഗ്രസിൻ്റെ നയങ്ങൾ, കോൺഗ്രസ് എല്ലാവരും ഇപ്പോഴും സ്വീകരിക്കുന്ന നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ സതീശനും പ്രവർത്തിച്ചിട്ടുള്ളൂ. പിന്നെ ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ ഭാഗമൊന്നുമല്ല, നമ്മുടെ മുന്നണിയുമല്ല, ഒരിക്കലും അവരെ കൂട്ടിയിട്ടുമില്ല. പിന്നെ ഞങ്ങൾ പ്രതിപക്ഷത്ത് നിൽക്കുമ്പം ആരെങ്കിലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റില്ല. അതിൽ കവിഞ്ഞ് അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് പലതവണ, പല പ്രസ് കോൺഫറൻസുകളിൽ. താങ്കൾ അത് ചെയ്യാറില്ല, ഓഫ് കോഴ്സ് ചെയ്യാറില്ല. പക്ഷെ അദ്ദേഹം അത് ചെയ്തു. അതുപോലെ തന്നെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു നയമേ ഞാൻ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളൂ. ഈ കോൺഗ്രസിനെ പോലെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയ സപ്പോർട്ട് കോൺഗ്രസിന് മധ്യ കേരളത്തിലുണ്ട്. തിരിച്ച് ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയ സപ്പോർട്ട് വേണം. കേരളത്തിൽ വളരെ വൾണറബിൾ ആയിട്ട് ഇപ്പം ഭയങ്കര കമ്മ്യൂണിറ്റികൾ തമ്മിലൊക്കെ ഭയങ്കര ഭിന്നതയും മറ്റു സാഹചര്യങ്ങളും ഒക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ ചോദ്യം ഉയർന്നു വരുന്നത്. ഇതെങ്ങനെയാണ് കോൺഗ്രസിനെ ഇങ്ങനെ വളരെ ആവർത്തിച്ച് ഒരു കാര്യവുമില്ലാതെ ജമാഅത്തെ ഇസ്ലാമി മതേതര നിലപാടുള്ള പാർട്ടിയാണ്, അല്ലെങ്കിൽ അവർക്ക് തീവ്രവാദ നിലപാടില്ല എന്ന് വളരെ പരസ്യമായിട്ട് അഗ്രസീവായിട്ട് അത് സ്ഥാപിക്കുന്നത്, ഇത് മറ്റു കമ്മ്യൂണിറ്റികളെ എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നുള്ളതൊന്നുമില്ല. അതെല്ലാം കോൺഗ്രസിനെതിരായി വരികയും അങ്ങനെയൊന്നും വരില്ല. നമ്മളെ അവരെ ഒരിക്കലും ഒഫീഷ്യലായിട്ട് നമ്മൾ കൂട്ടിയിട്ട് ഒന്നുമില്ലല്ലോ. അവർ നമുക്ക് വോട്ട് ചെയ്യാനുണ്ടാവും, വോട്ട് ചെയ്യേണ്ട അപ്പോൾ ആരുടെ വോട്ട് ഇലക്ഷനിൽ വേണ്ടി വരും. അതല്ല, അതിനപ്പുറത്തേക്കൊരു ബന്ധം ഞങ്ങളും അവരുമായിട്ടില്ല. ഈ വിഷയത്തിൽ കോൺഗ്രസിൽ എന്തെങ്കിലും തരത്തിലൊരു ചർച്ച നടത്തിയിട്ടാണോ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്? അല്ല, അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് ചോദിച്ച ചോദ്യമാണ്. പാർട്ടി ഞങ്ങളുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഒരിക്കൽ ചർച്ച ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷെ അത് ഞങ്ങളങ്ങനെ, അതുകൊണ്ട് തന്നെയാണ് അവരുമായിട്ടൊരു ഐക്യമോ മുന്നണിയോ ഒന്നുമില്ലല്ലോ അതിനകത്ത്. ഈ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഉണ്ടായി ഉരുത്തിരിഞ്ഞു വന്ന ഒരു നിലപാട് എന്തായിരുന്നു? അല്ല, എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകണമെന്നാണ്. ജമാഅത്തെ ഇസ്ലാമി പ്രത്യേകമായി ചർച്ച ചെയ്തില്ല, നമ്മളെല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകണം. അതിന് സതീഷിനും എതിരൊന്നുമല്ല. ചില ഇഷ്യൂ വരുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ NSSന്റെ നേതാവ് സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട് ഇത്തവണ NSSന്റെ വോട്ട് വി ഡി സതീശന് പറവൂര് കിട്ടില്ല എന്നുള്ളത്. ഇതിലേക്ക് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത് വി ഡി സതീശൻ എന്ന വ്യക്തിയുടെ ചില ഡിസിഷൻസും ഈ ജമാഅത്ത് ഇസ്ലാമിയെ വൈറ്റ് വാഷ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ NSSന്റെ വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഹ്യൂജ്ലി ഡാമേജിങ് ആണ് പറവൂർ പോലുള്ള സ്ഥലത്ത്. അദ്ദേഹം പറവൂരിൽ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. NSS വോട്ട് കിട്ടിയില്ലെങ്കിലും ജയിക്കാം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, എല്ലാം കിട്ടുമെന്നേ. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെ പ്ലീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ പൊളിറ്റീഷ്യൻസിന്? അല്ല, അങ്ങനെ ആരും ഇവിടെ പ്ലീസ് ചെയ്യുന്നില്ല. അവർ നമ്മളെയൊന്നും ഡിക്റ്റേറ്റ് ചെയ്യുകയോ അതൊന്നും ചെയ്യുന്നില്ലല്ലോ. അവർക്ക് അവരുടേതായ കോൺഗ്രസ്സിന് ഇപ്പം നമ്മളെക്കാൾ കൂടുതൽ CPM ആണിപ്പോൾ അവരെ കൂടുതൽ അവരുമായി ബന്ധപ്പെടുന്നതും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നതൊക്കെ CPM ആയിട്ട് മാറിയിട്ടുണ്ട്. അല്ല, ഞാനത് CPM കോൺഗ്രസ് എന്നല്ല ചോദിച്ചത്. രമേശ് ചെന്നിത്തല എന്ന നേതാവിനെ സംബന്ധിച്ച് സുകുമാരൻ നായർ, വെള്ളാപ്പള്ളി നടേശനെ, ഇങ്ങനെ ചില കമ്മ്യൂണിറ്റി നേതാക്കളെ പിണക്കാതിരിക്കുക എന്നുള്ളത്. ഞാൻ ഒരു കമ്മ്യൂണിറ്റി നേതാവിനെയും ഞാൻ പിണക്കാറില്ല, അതിൻ്റെ ആവശ്യം എനിക്കില്ല. അത് ചർച്ച ആണെങ്കിലും മുസ്ലിം സംഘടനകളാണെങ്കിലും NSS ആണെങ്കിലും SNDP ആണെങ്കിലും ഈവൻ സ്മോൾ സംഘടനകളാണെങ്കിലും അവരൊന്നും നമ്മൾ പിണക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവരൊക്കെ അവരുടേതായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. ചിലപ്പോൾ അവർക്ക് നമ്മുടെ അഭിപ്രായം പറയേണ്ടി വരും, ചിലപ്പോൾ നമ്മൾക്ക് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കേണ്ടി വരും. ആസ് എ പാർട്ട് ഓഫ് വർക്ക്. പക്ഷെ അവരുടെ ക്രിറ്റിസിസത്തിന് അല്ലെങ്കിൽ അവരുടെ ചില സ്റ്റേറ്റ്മെന്റ്സിനൊക്കെ ഒരു പൊളിറ്റീഷ്യൻ നിലയ്ക്ക് താങ്കളെന്നല്ല
നമ്മൾ മറുപടി പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണ്, ആന്റി മുസ്ലിം ആണെന്ന് പരക്കെ വിലയിരുത്തപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നു. കോൺഗ്രസ് ആകട്ടെ UDF-ൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. കോൺഗ്രസ് ലീഡർഷിപ്പിന് അതിൽ ഒരു നിലപാടില്ലേ? ഉണ്ടല്ലോ. ഞാൻ ഹോം മിനിസ്റ്റർ ആയിരുന്നപ്പോഴാണ് ആദ്യമായി കേരളത്തിൽ ഒരു ആഭ്യന്തരമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനെതിരെ FIR ഇടാൻ തയ്യാറായിട്ടില്ല. ഐ ഹഡ് ഡൺ ഇറ്റ്. അത് എന്നെ ഏറ്റവും കൂടുതൽ, ഞാനിപ്പോഴും എന്നെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി പറയുന്നത് എനിക്കെതിരെ കേസെടുത്ത ഒരേ ആളെ ഉള്ളെന്ന് പറയും. അതൊക്കെ നമ്മളെടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാസ് ഹോം മിനിസ്റ്റർ, ഐ ഹഡ് ഡൺ ഇറ്റ്. ആ കോഴിക്കോടൊരു മാൻഹോളിൽപ്പെട്ട ഒരു ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു കോൺഗ്രസിന് ഒരു 10 വർഷം മുന്നേ വരെ കോൺഗ്രസിന് ഒരു പ്രോ ഡെവലപ്മെൻറ്റ് പാർട്ടിയായിട്ടും CPM ഒരു ആൻറ്റി ഡെവലപ്മെൻറ്റ് പാർട്ടിയായിട്ടാണ് പൊതുവെ ഒരു പെർസെപ്ഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ കഴിഞ്ഞൊരു 10 വർഷം എടുത്ത് നോക്കിയാൽ ഏതൊക്കെ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് കൊണ്ടുവരുന്നു അതിനെല്ലാം എതിർക്കുന്ന ഒരു പാർട്ടിയുടെ രൂപമാണ് കോൺഗ്രസ്. ഇപ്പോൾ നാഷണൽ ഹൈവേ ആണെങ്കിൽ അതിനെ എതിർത്തു, ഗെയിൽ പൈപ്പ് ലൈനെ എതിർത്തു, വിഴിഞ്ഞം പദ്ധതി ഇവിടെ വരില്ല എന്ന് ഇപ്പോഴത്തെ ഓപ്പോസിഷൻ ലീഡർ പറയുന്നതിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഇതിനൊക്കെ എതിർക്കുന്ന ഒരു CPM-ൻ്റെ ഒരു B ടീം പോലെ ആൻറ്റി ഡെവലപ്മെൻറ്റ് പൊസിഷൻ എടുക്കുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് കഴിഞ്ഞൊരു കുറച്ച് കാലഘട്ടമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രമാത്രം കോൺഗ്രസിന് ഹെൽപ്ഫുൾ ആയിരിക്കും? ഒരിക്കലുമല്ല, ഞങ്ങളങ്ങനെ മാറിയിട്ടില്ല. ഈ കേരളം ഇത്രയും പുറകോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം CPM-ൻ്റെ നയങ്ങളായിരുന്നു. ട്രാക്ടർ വന്നപ്പോൾ ട്രാക്ടർ കത്തിച്ചു, ടെലിവിഷൻ വന്നപ്പോൾ വിഡ്ഢിപ്പെട്ടിയാണെന്ന് പറഞ്ഞ് അതിനെ ബഹിഷ്കരിക്കാൻ പറഞ്ഞു, കമ്പ്യൂട്ടർ വന്നപ്പോൾ ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇത്രയും കാലം കേരളത്തെ പുറകോട്ട് കൊണ്ടുപോയത് അവരാണ്. അതെ, അത് ഞാൻ പറയുന്നത് കഴിഞ്ഞ 10 വർഷം. ഇപ്പോഴാണെങ്കിലും ആരാണ് ഗെയിൽ പൈപ്പ് ലൈനെ എതിർത്തത്? ഗെയിൽ പൈപ്പ് ലൈൻ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഇത് ഇട്ട് മുന്നോട്ട് വന്നത്. ഭൂമിക്കടിയിലെ ബോംബാണെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി രാജീവായിരുന്നു. അതിനെതിരെ കേരളത്തൊട്ടാകെ സമരം നടത്തിയ CPM ഞങ്ങളല്ല, ഞങ്ങളതിനെ സമരം നടത്തില്ല. ഹൈവേക്ക് ഞങ്ങളെവിടെയാണ് സമരം ചെയ്തത്? ഹൈവേക്ക് സമരം ചെയ്തത് ഇവർ തന്നെയാണ്. 45 മീറ്റർ ഹൈവേക്ക് വേണമെന്നുള്ളത് എൻ്റെ നിലപാടായിരുന്നു. ആ നിലപാടിനോട് പിണറായി ചോദിച്ചു. ഞങ്ങൾ സംയുക്തമായിട്ടാണ് സർവകക്ഷി യോഗം വിളിച്ച ആ സർവകക്ഷി യോഗത്തിൽ വെച്ച് തീരുമാനം എടുപ്പിച്ചത്. ഞാൻ പാർട്ടി പ്രസിഡൻറ്റ്, KPC പ്രസിഡൻറ്റ്, അദ്ദേഹം പാർട്ടി സെക്രട്ടറി. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആ തീരുമാനം എടുത്തത്. അന്ന് ഉമ്മൻചാണ്ടി അതിന് അനുകൂലമല്ലായിരുന്നു, അച്യുതാനന്ദനും അനുകൂലമല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം എടുത്തിട്ടാണ് മുന്നോട്ട് പോയത്. വി ആർ നെവർ അഗൻസ്റ്റ് ഡെവലപ്മെൻറ്റ്. വൈ ഷുഡ് ബി? ഞങ്ങൾ ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിനെ പറ്റിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. നമ്മുടെ ഇക്കോണമി വളരണം, നമ്മുടെ ആളുകൾ കേരളം വിട്ടു പോകാൻ പാടില്ല. വൈ അവർ പീപ്പിൾ ആർ ഗോയിങ് ഔട്ട് സൈഡ്? എന്താണ് ഈ എക്സോഡസ് ഉണ്ടാകാനുള്ള കാരണം? കാരണം ഇവർക്കൊരു ബെറ്റർ ജോബ് കിട്ടുന്നില്ല, ബെറ്റർ സാലറി കിട്ടുന്നില്ല, ഇവരെങ്ങനെ ജീവിക്കും? ഇപ്പോൾ തന്നെ ഞാൻ ഇന്ന് നഴ്സസിൻ്റെ ഒരു സമരത്തിൽ പോയി. ആകെ 12,000 രൂപയാണ് കിട്ടുന്നത്. ഈ നഴ്സസൊക്കെ വെളിയിൽ പോകുന്നതിൻ്റെ കാര്യം എന്താ? അവർക്ക് ബെറ്റർ പേ കിട്ടും, അത് അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് വർദ്ധിക്കും. അപ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാരായ ആളുകൾ കൂടുതൽ വെളിയിൽ പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ വേണ്ടത്ര നല്ല വിദ്യാഭ്യാസവും ഗ്ലോബൽ സ്റ്റാൻഡേർഡുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. 10 വർഷം ഇവരെതിർത്തതാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരുന്നതിന്. ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ പിണറായി വിജയൻ അതിന് വേണ്ടി ബില്ല് കൊണ്ടുവരികയാണ്. പക്ഷെ ഇവിടെ ഒരു അപ്പോൾ 10 years നമുക്ക് നഷ്ടപ്പെടുത്തിയത് ഇവരല്ലേ? അതെ, ഈ CPM എന്തിനെ എതിർക്കുന്നു എന്നുള്ളതാണ് സാർ ഇപ്പോൾ പറയുന്നത്. CPM എതിർക്കുന്നു, അതോടുകൂടി കോൺഗ്രസ് ആ പദ്ധതികൾ വേണ്ടാന്ന് വെക്കുന്നു. നാഷണൽ ഹൈവേയുടെ ഓഫീസ് ഇവിടെ പൂട്ടി പോയതാണ്, ഗെയിൽ പൈപ്പ് ലൈൻ വേണ്ട എന്ന് തീരുമാനിച്ചതാണ്, വിഴിഞ്ഞം പദ്ധതി മുടങ്ങിക്കിടക്കുമായിരുന്നു. ഇതൊക്കെ CPM എതിർത്തത് കൊണ്ടാണെന്ന് പറയുന്നു. CPM ഭരണത്തിൽ വരുമ്പോൾ കോൺഗ്രസും ഇതുപോലെ തന്നെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ CPM കൃത്യമായിട്ട് ഈ എതിർപ്പിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു പൊതുജനത്തിന്റെ പെർസെപ്ഷനിൽ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിൽ വരുന്നു, പുതിയ പ്രോജക്ട്സ് കൊണ്ടുവരുന്നു, CPM എതിർക്കുന്നു, നിങ്ങൾ അതിൽ തടഞ്ഞ് അവിടെ നിർത്തി പദ്ധതി പകുതിയാക്കി നിർത്തുന്നു. CPM എന്ത് എതിർപ്പ് വന്നാലും ഈ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഒരു വിൽ പവർ, ഒരു ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് ആണ് CPM ലീഡ് ചെയ്യുന്നതെന്നുള്ളൊരു പെർസെപ്ഷൻ ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ ആ പെർസെപ്ഷനെ എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യും? അങ്ങനെയുള്ള യാതൊരു പെർസെപ്ഷനും ഇല്ല. ഇവിടെ സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ പറഞ്ഞു ഉമ്മൻചാണ്ടി ചെയ്ത് ഒപ്പിട്ടാൽ ജയിലിലടയ്ക്കുമെന്ന്, അല്ലേ? ഓർമ്മയില്ലേ? ഞങ്ങൾ അച്യുതാനന്ദൻ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഒപ്പിടായിരുന്നു. ഞങ്ങൾ ഒപ്പിട്ടല്ലോ, സ്മാർട്ട് സിറ്റി വന്നല്ലോ. വിഴിഞ്ഞം പദ്ധതിക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു. അന്ന് ഏറ്റവും വലിയ അഴിമതിയാണെന്നാണ് ഇവരുടെ ആരോപണം. ഞങ്ങളെ പുറകോട്ട് പോയോ? ഞങ്ങൾ ഒപ്പിട്ടില്ലേ? മുന്നോട്ട് പോയില്ലേ? പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ പ്രതിപക്ഷത്ത് വന്നു. അപ്പം അടുത്ത ഗവൺമെൻറ് ഉത്തരവാദിത്തം അത് കൊണ്ടുപോകണമെന്നുള്ളത് അത് അവർ ചെയ്തു. ഇറ്റ്സ് ദാറ്റ് ഡ്യൂട്ടി. അവർ ചെയ്യാതിരിക്കാൻ പറ്റുമോ? പുറകോട്ട് പോകാൻ പറ്റുമോ? എന്നിട്ടും അവർ മുടക്കാൻ നോക്കിയില്ലേ? രാമചന്ദ്രൻ നായർ കമ്മീഷനെ വെച്ചു, എൻക്വയറി കമ്മീഷനായിട്ട് വെച്ചു. ഞങ്ങൾ പുറകോട്ട് പോയോ?
എവരെതില്ലാത്തതിനെ എതിർത്തിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയില്ലേ. വി ഹാവ് ദാറ്റ് കോൺഫിഡൻസ്. നാഷണൽ ഹൈവേയുടെ കാര്യത്തിലോ? ഹൈവേയുടെ കാര്യത്തിൽ തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ മുന്നോട്ട് പോയില്ലേ? ഇല്ലല്ലോ, അല്ലല്ലോ, പോയതാണ്. നാഷണൽ ഹൈവേ ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞിട്ട് പ്രശ്നം അവർ ഓഫീസ് ഭൂമി പൂട്ടിയിട്ട് ഏറ്റെടുക്കലുമായി പോയതാണ്. ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു. അതെ. ഞങ്ങളാരും എതിർത്തിട്ടില്ല ഇതിന്. ഞാനും പിണറായി വിജയനും കൂടെ ഒരുമിച്ചാണ് തീരുമാനമെടുത്തത് 45 മീറ്റർ വേണം. അതിന് പ്രധാനപ്പെട്ട നമ്മുടെ ക്രിസ്റ്റോഫർ തിരുമേനി ഞങ്ങളുടെ YMCA ഒരു പരിപാടിക്ക് പോയി. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരും വിളിച്ച് പറഞ്ഞു, നിങ്ങൾ കാണുന്നില്ലേ ലോകത്തെമ്പാടും ഇത്രയും നല്ല റോഡുകൾ, നമുക്ക് റോഡുണ്ടോ, അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. ഈ റോഡ് അന്ന് 30 മീറ്റർ മതിയോ 45 മീറ്റർ തർക്കമായിരുന്നു. സോ ബോത്ത് ഓഫ് us decided that we will go ahead with the 45 meters. ഉമ്മൻചാണ്ടി എതിരായിരുന്നു, അച്യുതാനന്ദനെതിരായിരുന്നു, സുധീരനെതിരായിരുന്നു, എല്ലാവരും എതിരായിരുന്നു. പക്ഷെ ഞാൻ UDF പാർലമെൻ്ററി പാർട്ടി വിളിച്ചു, UDF യോഗം വിളിച്ചു, അദ്ദേഹം LDF യോഗം വിളിച്ചു. വീരേന്ദ്രകുമാർ മാത്രമാണ് എതിർത്തത്. അവസാനം ആ എതിർപ്പോടുകൂടി തന്നെ ഞങ്ങൾ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തു, അംഗീകാരം വാങ്ങുകയാണ്. അങ്ങനെ 45 മീറ്റർ. ഇല്ലേ, കേരളം എപ്പോഴും 30 മീറ്റർ ചെന്ന്. അതൊരു നല്ല തീരുമാനമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഗവൺമെൻറ് പറയുന്ന നല്ല കാര്യങ്ങളോട് അനുസരിക്കാൻ അല്ലെങ്കിൽ യോജിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളൊരിക്കലും വിധ്വംസകമായ സമീപനം നമുക്കില്ല. താങ്കളുടെ സമയത്ത് അതായിരുന്നു. കഴിഞ്ഞ 5 വർഷം കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ 5 വർഷം കുറച്ചുകൂടി ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ളൊരു ഓപ്പോസിഷനെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിൽ അതിൻ്റെ സ്വഭാവത്തിലൊരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. പൊതുവെ കോൺഗ്രസിൻ്റെ സ്വഭാവത്തിൽ തന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. കോൺഗ്രസിനെ പണ്ട് നമ്മൾ ജെന്റിൽമാൻസ് പാർട്ടി എന്നൊക്കെ പറയാമായിരുന്നു. ഇന്ന് അത് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല പലപ്പോഴും കാണുന്നത്. ഈ ഒരു മാറ്റം ഇപ്പോൾ സെമി കേഡർ ആവാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം അങ്ങനെ ഒരു നീക്കം ഉണ്ടായിരുന്നു. ഇതൊക്കെ കോൺഗ്രസിന്റെ DNA അടക്കം ഒരു മാറ്റം വരുത്തിയതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെ മാറ്റം വരുത്തും. ഇത് ആശാസ്യമായ മാറ്റമാണോ കോൺഗ്രസിന്? കോൺഗ്രസ് ഈസ് എ നാഷണൽ പാർട്ടി. ദേശീയ തലത്തിലാണ് നമ്മുടെ നയങ്ങളും പരിപാടികളും സ്വീകരിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ മാത്രമായിട്ട് ഒരു പുതിയ കോൺഗ്രസ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പക്ഷേ ഞങ്ങൾ ഒരിക്കലും സംസ്ഥാന ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി നല്ല പദ്ധതി കൊണ്ടുവന്നാൽ നമ്മളാരും അങ്ങനെ എതിർക്കാറില്ല. അതിൻ്റെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അവരൊരു പദ്ധതി കൊണ്ടുവന്നില്ലല്ലോ. ഏത് പദ്ധതിയാണ് കൊണ്ടുവന്നത്? നമ്മൾ നടപ്പാക്കിയ പദ്ധതികൾ മുന്നോട്ട് പോയി. അതിൽ ഗവൺമെൻറ് ഈസ് എ കണ്ടിന്യൂറ്റി.